ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു വലിയ പ്രീ പ്ലാനോട് കൂടിയോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയോ അതിനെപ്പറ്റി സംസാരിക്കാനല്ല ഞാൻ വന്നേക്കുന്നത്. പല ആളുകൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കിടയിൽ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നുമല്ല, ഫീലിംഗ് ലോ. പല ആളുകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പല ആളുകളും ഇടയ്ക്കെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലേ ഇത്, ഫീലിംഗ് ലോ എന്ന് പറയുന്നത്. അഥവാ രാവിലെ എണീക്കും, നമുക്കറിയില്ല നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നെല്ലാം വിചാരിച്ച് ഒന്നും ചെയ്യാതെ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല, ഈവൻ ഡെയിലി റുട്ടീൻസ് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ സിംപ്ലി നമ്മളിങ്ങനെ ഇരിക്കും. നമ്മൾ അതിനെ മടി ലേസിനെസ് എന്നൊക്കെ പറയും. ബട്ട് മടി ലേസിനെസ് എന്ന് പറയുന്നത് ഈസ് ഡിഫറെന്റ് ഫ്രം ദിസ് സിറ്റുവേഷൻ. ബട്ട് ഫീലിംഗ് ലോ ഈസ് വെരി കോമൺ. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഓക്കെ. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാ ആളുകളും, ഈവൻ നമ്മൾ കാണുന്ന ലൈം ലൈറ്റിലെല്ലാം ഭയങ്കര ആക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവായിട്ട് നിൽക്കുന്ന സെലിബ്രിറ്റീസ് പോലും, അല്ലെങ്കിൽ എപ്പോഴും ആക്റ്റീവായിട്ട് പബ്ലിക്കിൽ കാണുന്ന ആളുകൾ പോലും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആസ് എ ഹ്യൂമൻ ബീങ് എല്ലാവരും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ് എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ദിവസവും ഒരുപോലെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ടൊന്നും ഇരിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. ആസ് എ ഹ്യൂമൻ ബീങ് ഈ ഒരു ഫേസ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ബട്ട് ഈ ഒരു സിറ്റുവേഷൻ എക്സ്ട്രീം ലെവലിലേക്ക് പോവുകയാണ്. എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ഫീലിംഗ് ലോ ആണ്. നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഡെയിലി റുട്ടീൻസ് പോലും ഫോളോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമുക്കറിയാം നമുക്ക് എന്തോ പ്രശ്നമുണ്ട്, നമ്മളത് ടാക്കിൾ ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, നമ്മളത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്നിട്ട് പോലും കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ കുറച്ച് ലോങ് ആയി പോയി കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പി സീക്ക് ചെയ്യണം. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അത് വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം വരുന്നത് പോലെ തന്നെ, നമുക്ക് വല്ല പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് പോലെ തന്നെ മൈൻഡിന് വരുന്ന ഒരു ഇല്ലസ് ആണ് ഈ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്താണെന്ന് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണ്. അത് എക്സ്ട്രീം സിറ്റുവേഷൻ ആണ്. ബട്ട് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അഥവാ നമ്മൾ വളരെ ലോ ആയിട്ട് അനുഭവപ്പെടുന്നു. ബട്ട് പല ദിവസങ്ങളിലും, ഒന്നോ രണ്ടോ ദിവസമായാൽ കുഴപ്പമില്ല, ഒരു മാസത്തിലെ മിക്ക ദിവസങ്ങളിൽ ഈ ഒരു ഫേസിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്ക ആളുകളും, ഈവൻ നമ്മൾ കാണുന്ന വലിയ വലിയ ആളുകൾ പോലും കടന്നു പോകുന്ന ഒരു സെയിം സിറ്റുവേഷൻ, അബ്സല്യൂട്ട്ലി ഓക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണിത്. ബട്ട് പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷനെ നമ്മളെ അങ്ങോട്ട് ലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ പെട്ടുപോകുന്നു. നമുക്ക് മുന്നോട്ടേക്ക് ഒട്ടും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു കാര്യം നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതവിടെ പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ രാവിലെ സിംപ്ലി വേക്കപ്പ്, നമ്മൾ നമ്മുടെ ഡെയിലി റുട്ടീൻസ് പോലും ചെയ്യുന്നില്ല, നമ്മൾ ബ്രഷ് ചെയ്യുന്നില്ല, ഫ്രഷ് ആവുന്നില്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, കാപ്പി കുടിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ജീവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും, തന്നെ കാപ്പി എടുത്ത് കുടിക്കേണ്ടി വരും. അതുപോലും ചെയ്യാതെ സിംപ്ലി സിറ്റിംഗ് ആൻഡ് ഒരു ഡൾ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഹോളോ ഫീലിംഗ്, ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ഹോളോ ഫീലിംഗ്. ഇത് പലർക്കും പല സമയത്തും വന്നിട്ടുണ്ടാകാം. എന്നാൽ ഈ ഒരു ബുദ്ധിമുട്ട് പല ദിവസങ്ങളും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊട്ടും ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു മോട്ടിവേഷൻ ഇല്ല. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹോപ്പ് അല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ വേണമല്ലോ. ഇതൊന്നും നമുക്കില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മിക്ക ദിവസങ്ങളിലും മടി പിടിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു. ഇനി ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ നമുക്കറിയാം, ഡെയിലി ഓഫീസ് ടൈം 9 to 5 നമുക്ക് ജോലി ചെയ്തേ പറ്റൂ. ഫോഴ്സ്ഫുള്ളി ഓട്ടോമാറ്റിക്കലി അവർ പോയിട്ട് അവരുടെ ഡെയിലി റുട്ടീൻസ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ബട്ട് അവരുടെ സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്ലഷർ ഫീലിംഗ് അവർക്ക് വരുന്നില്ല. നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ? ഓഫ്കോഴ്സ് ഇതൊരു സൈക്കാട്രിക് ഇൽനെസ് അല്ലാത്തിടത്തോളം കാലം നമുക്കിത് പല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. പല റീസൺസ് ഉണ്ടാകാം ഈ ഒരു സിറ്റുവേഷന്. ഒന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ കുറെ കാലമായിട്ട് സക്സസ് ആവുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ പോകുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പ്ലഷർ കിട്ടുന്ന കാര്യങ്ങളൊന്നും ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ സംഭവിക്കുന്നില്ല. മിക്ക ആളുകൾക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, എപ്പോഴും ഒരേപോലെ ലൈഫ് പോകണമെന്നില്ല, ഒരേപോലെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം സംഭവിക്കണമെന്നില്ല. നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാവും. അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ദെൻ എല്ലാ സിറ്റുവേഷനിലും നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ നമ്മുടെ കൺട്രോളിൽ തന്നെ വരണം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എല്ലാവരും പറയുന്നത് പോലെ തന്നെ പറയാൻ എളുപ്പമാണ്, ബട്ട് സിംപ്ലി സ്പീക്കിംഗ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഗോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഹോപ്പ് വേണം.
നമുക്കറിയാം ഒരു ഗോൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോപ്പ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിഷൻ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക? സോ ചെറുതാണെങ്കിലും, ഇപ്പൊ വലിയ മോട്ടിവേഷൻ ഒന്നും വേണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ വലിയൊരു വിഷൻ ഒന്നും നമുക്ക് വേണമെന്നില്ല, ചെറിയൊരു വിഷൻ. ഫോർ എക്സാമ്പിൾ, നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസത്തിനുള്ളിൽ നമ്മുടെ റൂമൊക്കെ മെസ്സപ്പ് ആയി കിടക്കുവാണെങ്കിൽ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് മര്യാദയ്ക്ക് ഇടും. ഇതൊക്കെ എന്താണ്? ചെറിയ ചെറിയ ഹോപ്പ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മോട്ടിവേഷൻസ് ആണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? പ്ലഷർ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സോ ഇതുപോലെ ഓരോ ഗോൾ അല്ലെങ്കിൽ ഒരു വിഷൻ നമ്മൾ റെഡിയാക്കാം. ഇനി നമുക്കറിയാം നമുക്ക് വലിയ വലിയ വിഷൻസ് അല്ലെങ്കിൽ ഗോൾസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗോൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒരു മോട്ടിവേഷൻ വേണ്ടേ? ഫോർ എക്സാമ്പിൾ, ഒരാളുടെ ഗോൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിനുള്ളിൽ ഞാൻ ദുബായിക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഫോറിൻ കൺട്രിയിൽ പോകും എന്നാണ് അയാളുടെ ഗോൾ എന്ന് വിചാരിക്കുക. സോ ആ ഒരു ഗോൾ അയാൾ സെറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് അതിന് വേണ്ടിയിട്ട് ഒന്നും പുള്ളി ചെയ്യുന്നില്ല, ഒന്നും ആൾ ചെയ്യുന്നില്ല. സിംപ്ലി സിറ്റിംഗ് ആൻഡ് ഡൂയിങ് നത്തിങ്. ഇങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ അവർക്ക് ആ ഒരു ഗോളിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയൊരു ഗോളിനെ ചെറിയ ചെറിയ സ്മോൾ ഗോൾസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക. ഇപ്പൊ സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. അഥവാ ദുബായിൽ പോകണം, നെക്സ്റ്റ് ഒരു ഇയറിനുള്ളിൽ ദുബായിൽ പോകണം എന്നാണ് ആ പറയുന്ന ആളിന്റെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനെ ചെറിയ ചെറിയ ഗോൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമുക്കറിയാം, നമുക്കിന്ന് ധാരാളം റിസോഴ്സസ് ഉണ്ട്. നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് റിസർച്ച് ചെയ്യാം, യൂട്യൂബ് വീഡിയോസ് കാണാം, അല്ലെങ്കിൽ സെയിം ഗോൾ ഉള്ള ആളുകൾ ഇത് എങ്ങനെ അക്കംപ്ലിഷ് ചെയ്തു എന്നുള്ള ധാരാളം വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിൽ നിന്ന് നമുക്ക് തന്നെ കിട്ടും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തെല്ലാം ഡോക്യുമെന്റേഷൻ ചെയ്യണം, എന്തൊക്കെ ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യണം. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വീക്ക്ലി 1 ഡേ എങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ നമുക്ക് സ്ലോലി നമ്മുടെ ആ ഗോളിനോട് നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കും. സോ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു മെന്റൽ പ്ലഷർ നമുക്ക് കിട്ടും. നമുക്ക് തന്നെ തോന്നും നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈഫ് വേസ്റ്റ് അല്ല, നമ്മൾ വെറുതെ നമ്മുടെ ടൈം കളയുന്നില്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്ലഷർ കിട്ടും. നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫ് തിങ്. ഇത് പറയുമ്പോൾ പല ആളുകളും വിചാരിക്കും നമ്മൾ എഴുതി വെച്ചതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യുമോ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റും, അതിലെന്തെങ്കിലും രസം ഉണ്ടോ എന്നെല്ലാം ആളുകൾ ചോദിക്കാം. ബട്ട് ട്രസ്റ്റ് മീ, വൺസ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഡോക്യുമെന്റ് ചെയ്യാതെ ചെയ്യുന്നതിനേക്കാൾ എത്ര സ്പീഡപ്പ് ആയിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന ടൈം ബൗണ്ടിനുള്ളിൽ നമ്മൾ തീർക്കും, അല്ലെങ്കിൽ ഈ ഒരു ദിവസം ഇത്ര കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ ഒരു വീക്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു വീക്കെൻഡ് ആവുന്നതിന് മുന്നേ അക്കംപ്ലിഷ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ബോധം വേണം, നമുക്കൊരു സ്പെസിഫിക്കേഷൻ വേണം. എന്നാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു വീക്കെൻഡ് ആവുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ചെയ്തു, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. സോ നമുക്ക് എന്ത് മനസ്സിലാവും? ഏതൊക്കെ കാര്യത്തിലാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെ ടൈം മാനേജ് ചെയ്താലാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന പല ഐഡിയാസും നമുക്ക് കിട്ടും. സോ വൺസ് നമ്മൾ ഇത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതെല്ലാം. ഫീൽ ദ ഡിഫറൻസ് വൺസ് യു സ്റ്റാർട്ടഡ് ജേർണലിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ തരാൻ പോകുന്നത് എന്ന്. നെക്സ്റ്റ് ഒരു ഫാക്ടറാണ് എല്ലാ കാര്യത്തിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്, നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ്, നമ്മുടെ ഉറക്കം എന്ന് പറയുന്നതെല്ലാം. നമുക്ക് ലോ എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ആണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ശരിയല്ല. നമ്മൾ റെഗുലർ ആയിട്ട് പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത്, ഹെൽത്തി ആയിട്ടൊന്നും നമ്മുടെ അകത്തേക്ക് ചെല്ലുന്നില്ല, നമുക്ക് മര്യാദയ്ക്കുള്ള ഹൈഡ്രേഷൻ ഇല്ല, വെള്ളം മര്യാദയ്ക്ക് കുടിക്കുന്നില്ല, ഉറക്കം ശരിയല്ല, സ്ട്രെസ് ഒന്നും മാനേജ്ഡ് അല്ല, നമ്മൾ വർക്ക് പ്ലേസിലെ സ്ട്രെസ് നമ്മൾ അതും കൂടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടാണ് വരുന്നത്. ഇതെല്ലാം എന്തിന് കാരണമാകും? നമ്മുടെ എനർജി ഡ്രൈൻഡ് ഔട്ട് ആയി പോകും. നമുക്ക് എനർജി ഫുള്ള് സീറോ ആയിട്ട് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് പോലെ തന്നെ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കും. ആ എനർജി എന്ത് ചെയ്യണം? നമ്മൾ ചാർജ് ചെയ്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നല്ല ഫുഡ്, നല്ല ഉറക്കം, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ്, ബുക്ക് റീഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നല്ല രീതിയിലുള്ള ബുക്ക് റീഡിങ്, നല്ല മൂവീസ് കാണുക, അവരുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള വിശ്രമം അല്ലെങ്കിൽ റെസ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് പ്ലഷർ എങ്ങനെയാണ് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കും, ചില ആളുകളുണ്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ട് അവരുടെ ബോഡിക്കും മൈൻഡിനും വേണ്ടിയിട്ടുള്ള റെസ്റ്റ് ഒന്നും കൊടുക്കാതെ ഡ്രെയിൻഡ് ഔട്ട് ആയിട്ട് ലാസ്റ്റ് ഈ ഒരു സിറ്റുവേഷൻ വളരെ ലോ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിരിക്കും. സോ ഒരു ദിവസം റെസ്റ്റ് എടുക്കണം എന്ന് പറയുമ്പോഴേക്കും അവർ പറയും പറ്റില്ല, എൻ്റെ സമയം കുറേ പോകും, റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന വർക്ക് ചെയ്യണം എന്നുള്ളതല്ല. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ എനർജി ഡ്രെയിൻഡ് ഔട്ട് ആയി ദിവസങ്ങളോളം അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവർ ലോ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണോ, അതോ 1-2 ദിവസം അവർ ഫിസിക്കലി മെന്റലി അവർക്ക് തന്നെ ഒരു റെസ്റ്റ് കൊടുക്കുന്നതാണോ ബെറ്റർ?
വർക്കൗട്ട്സ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ട്സ്, യോഗ, മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ തരുന്ന അല്ലെങ്കിൽ അത് ചെലുത്തുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ബട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വർക്കൗട്ട് ചെയ്യണം, ബോഡി ഫിറ്റ് ആക്കണം, അല്ലെങ്കിൽ ബോഡി ഹെൽത്തി ആക്കണം എന്നുള്ളതെല്ലാം എല്ലാവരുടെയും ഗോൾസിലെ ചെക്ക് ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ്. ബട്ട് ഇത് അച്ചീവ് ചെയ്യുകയല്ല, ബട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ബട്ട് വൺസ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഇത് ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അതാണ് നമുക്ക് വേണ്ടത്. സ്റ്റാർട്ട് സ്ലോലി. എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ആർത്തി പിടിച്ച് ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ള കാര്യം വിട്ടേക്കുക. നമുക്ക് ആ കാര്യത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ വർക്കൗട്ട്, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്ലോലി സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് തന്നെ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക് കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടമുള്ളൊരു പ്രോഗ്രാം കണ്ടുകൊണ്ടോ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അത് പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നമുക്ക് പതുക്കെ പതുക്കെ ജിമ്മിൽ പോകാം. അങ്ങനെ സ്ലോലി ആൻഡ് സ്ലോലി ആ ഒരു ശീലം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം നമ്മൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാം, നേരത്തെ എണീക്കുന്ന കാര്യം. ഞാൻ ഉൾപ്പെടെ പലരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം ഏർലി വേക്കപ്പ് അല്ലെങ്കിൽ നേരത്തെ എണീക്കുക എന്നുള്ള കാര്യം. ഇതും ഈ പറയുന്ന പോലെ തന്നെ സ്ലോലി സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 10 മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ അത് നെക്സ്റ്റ് വീക്കോടുകൂടി ഒരു 9:30ക്ക് എണീക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞത് ഒരു 9 ആക്കുക, 8:30 ആക്കുക, 7 ആക്കുക, 6:30 ആക്കുക. ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു 1 മന്തോ 2 മന്തോ എടുത്ത് സ്ലോലി നിങ്ങൾ സമയം കുറച്ചുകൊണ്ട് വരിക. അല്ലാതെ നിങ്ങൾ 10 മണിക്ക് എണീക്കുന്ന ഒരാൾ പിറ്റേ ദിവസം തന്നെ 5 മണിക്ക് എണീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. ഒരിക്കലും നമ്മൾ നടക്കാത്ത ഗോൾ വെച്ചുകൊണ്ടിരിക്കരുത്. അത് സ്ലോലി സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഫൈനലി ഞാൻ പറയുകയാണ്, ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ വേറെയാണ്, അവർക്ക് പ്ലഷർ കിട്ടുന്ന കാര്യങ്ങളും വേറെയാണ്. സോ ആദ്യം തന്നെ നമ്മൾ നമ്മളെ നല്ല രീതിയിൽ മനസ്സിലാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മോട്ടിവേഷൻ തരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്ലഷർ തരുന്നത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് തോന്നുവാണ് നമ്മൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ മെഡിക്കൽ ഹെൽപ്പ്. ഇന്നത്തെ കാലത്ത് അതിന് യാതൊരുവിധ മടിയും കാണിക്കേണ്ട കാര്യമില്ല. ധാരാളം റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, മെഡിക്കേഷൻ, ഏതാണോ വേണ്ടത് അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകാം. സോ ആക്ച്വലി സ്പീക്കിംഗ് ഇതെല്ലാം പറയാൻ എളുപ്പമാണ്, പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നടപ്പാക്കാനാണ് ബുദ്ധിമുട്ട്. ഇത് എനിക്കും അറിയാവുന്ന കാര്യമാണ്. ബട്ട് നമുക്ക് വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഇനി പറ്റുന്നില്ല എന്നൊരവസ്ഥ വരുവാണെങ്കിൽ നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക.